സോ സോറി, സ്വീറ്റ് തീർന്നു പോയി. ഓ, ബാഡ് ലക്ക്. അയ്യോ, അതിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അങ്കിൾ. മഞ്ജരി, ഇത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞേ? ചെന്നുണ്ടാകും. അയ്യോ, നല്ല 20 പണിയാ മഞ്ജരിക്ക് കിട്ടിയ. നീ എന്താ മഞ്ജരി നോക്കി നിൽക്കുന്നത്? ചെന്തുണ്ടാക്ക്. ഓ, അതൊന്നും വേണ്ട അരുണിമേ, ഇനി അവളെ ബുദ്ധിമുട്ടിക്കണ്ട. നോ നോ, മഞ്ജരിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. അവൾ ഇപ്പൊ ഉണ്ടാക്കും. ചെല്ലു മഞ്ജരി. യാ, ഓക്കെ ആൻറ്റി. വായടച്ച് നിൽക്കാനുള്ളതിന് വേണ്ടാത്ത വീമ്പെടുക്കാൻ പോയോണ്ടല്ലേ ഇങ്ങനെ അവരെന്നെ ബുക്ക് ചെയ്ത് കളഞ്ഞത്. ആ സ്വീറ്റിന്റെ പേരെന്താന്ന് പോലും എനിക്കറിയില്ല. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? പ്രിയമത ആന്റിനോട് സഹായിക്കാൻ പറഞ്ഞാലോ? വേസ്റ്റ്. എന്നാ പിന്നെ ഹർഷണി? അതിനേക്കാളും പരമ വേസ്റ്റ്. ഈ കടമ്പ കടക്കണമെങ്കിൽ മേഘനയുടെ കാല് പിടിച്ചേ പറ്റൂ. ഛേ, കാര്യം കാണണമെങ്കിൽ കഴുത്ത് കാലം പിടിക്കണമെന്നല്ലേ? പറയും മഞ്ജരി. മേഘനെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നീ ഒന്ന് കിച്ചണിലേക്ക് വരൂ. എന്തിനു വരണം? നീ സ്വീറ്റ് ഉണ്ടാക്കുമ്പോ കമ്പനി തരാനാണോ? അങ്ങനെ പറയല്ലേ. ഒന്ന് വാ മേഘനെ, പ്ലീസ്. ശരി, ദേ വരാ. വാ മേഘനെ. ഒന്നും മനസ്സിൽ വെക്കാതെ വിളിച്ചുടനെ വന്നല്ലോ. കാര്യമില്ലാതെ നീ വിളിക്കില്ലെന്ന് എനിക്കറിയാം മഞ്ജരി. എന്താന്ന് പറഞ്ഞു? അത് ഇപ്പൊ നീ ഉണ്ടാക്കിയ സ്വീറ്റ് ഇല്ലേ? ഞാനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അതൊക്കെ ഉണ്ടാക്കിയത് നീയല്ലേ? നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് അറിയാം മേഘനെ. അരുണിമാൻറ്റി ഞാൻ ഉണ്ടാക്കിയതാന്ന് കരുതി എന്റെ പേര് പറഞ്ഞതാ. അപ്പൊ നീ ഞാനല്ലേ ഉണ്ടാക്കിയത്, മേഘനയാണ് ഉണ്ടാക്കിയതെന്നല്ലേ പറയണ്ടേ? അല്ലാതെ നീ ഉണ്ടാക്കിയത് പോലെ ബിൽഡപ്പ് കൊടുത്ത എന്തിനാ? അത് ഗസ്റ്റിന്റെ മുൻപില് ആന്റിയെ കൺഫ്യൂസ് ചെയ്യണ്ടെന്ന് കരുതിയ മേഘനെ ഞാൻ മിണ്ടാതെ നിന്ന്. അത് ശരി. എന്നാലേ ഇപ്പോഴും മിണ്ടാതെ ആ സ്വീറ്റിംഗ് ഉണ്ടാക്കിയാ മതി. ലേറ്റ് ആക്കല്ലേ? അത് ചെയ്യാനല്ലേ ഞാൻ നിന്നെ വിളിച്ചേ. ഷടാ, ഞാനത് എന്തിനു ചെയ്യണം മഞ്ജരി? മേഘനെ പ്ലീസ്, ഇത് നമ്മുടെ റൈവൽഡറിക്കുള്ള സമയമല്ല. ആന്റിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ. അമ്മയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണോ അതോ നിന്റെ കള്ളി വെളിച്ചത്താവുന്ന ഇഷ്യൂ ആണോ? നീ എങ്ങനെ വേണമെങ്കിലും കരുതിക്കൂ. ഗസ്റ്റിന്റെ മുൻപിൽ നാണം കെടുത്താതിരുന്നാ മാത്രം മതി. നീ എന്നെ ഈ വട്ടമൊന്ന് സഹായിക്കും മേഘനെ. എനിക്ക് വേണ്ടിയല്ലെങ്കിലും വേണ്ട, ആന്റിക്ക് വേണ്ടി മതി. പ്ലീസ് മേഘനെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നീ എന്റെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വീടിന്റെ മാനവും മര്യാദയും എനിക്ക് മെലപ്പെട്ടതാ. അപ്പൊ നീ ചെയ്യുമല്ലോ. താങ്ക് യു മേഘനെ, താങ്ക് യു സോ മച്ച്. വാ, വന്നുണ്ടാക്ക്. അത് ശരി, ഞാനിവിടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ നീ അവിടെ നോക്കുകുത്തി പോലെ നിൽക്കുമല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട മേഘനെ? അത് കണ്ടില്ലേ, ആ കിടക്കുന്നതൊക്കെ ഒന്ന് വൃത്തിയാക്ക. ഞാനോ? വൃത്തിയാക്കാനോ? സ്വീറ്റ് ഉണ്ടാക്കണോ വേണ്ടയോ? വേണം വേണം വേണം. എന്നത് ക്ലീൻ ചെയ്യ്. ശരി, ഞാൻ ചെയ്തോളാം.
എടുത്തോളൂ. ഓ താങ്ക് യു. കൊള്ളാലോ, സൂപ്പർ ഫാസ്റ്റ് ഡെലിവറി ആണല്ലോ. ഈ സ്വീറ്റ് എങ്ങനെയാ ഉണ്ടാക്കിയെന്നൊന്ന് പറയോ? എനിക്കന്ന് ലണ്ടനിൽ പോയിട്ട് ഉണ്ടാക്കാനാ. മേഘനെ, വാ. ഇപ്പൊ ഞാൻ സ്വീറ്റ് ഉണ്ടാക്കുമ്പോ നീ നോക്കി നിൽക്കല്ലായിരുന്നോ? എക്സ്പ്ലെയിൻ ചെയ്യേ. ഞാൻ സ്റ്റൗവില് പാല് വെച്ചിട്ട് മറന്നുപോയി. ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാം. പറഞ്ഞു കൊടുക്ക്. പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം ഇത് ഉണ്ടാക്കാൻ 1 ലിറ്റർ പാല്. കാര്യം റെഡിയായി കഴിഞ്ഞു. ഗുഡ് റെസിപ്പി. എല്ലാം പറഞ്ഞോ? മഞ്ജരി, സ്വീറ്റ് ഉണ്ടാക്കിയത് നീയാണോ അതോ മേഘനയാണോ? ആ മുളകിട്ട മീൻകറി മേഘന ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മേഘന പറ, ഇതെല്ലാം ഉണ്ടാക്കിയത് നിന്റെ കൈ കൊണ്ട് തന്നെയല്ലേ? അതെന്താ മിഥുനെ, മഞ്ജരിയാണ് ഇന്ന് എല്ലാം ഉണ്ടാക്കിയത്. ഹേ അല്ലമോ, മഞ്ജരിക്ക് ചൈനീസ് അല്ലാതെ ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഈസ് ഇറ്റ് ട്രൂ മഞ്ജരി? പിന്നല്ലാതെ അരുണിമേ, ഇതൊക്കെ മേഘനയുടെ കൈപ്പുണ്യാ. മഞ്ജരി ഒരു ഷെഫിനെ വിളിച്ച് ഭക്ഷണം ഉണ്ടാക്കാനാ നോക്കിയത്. ലാസ്റ്റ് മിനിറ്റ് അയാൾ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോ മേഘനയാണ് അടുക്കള കയറിയത്. നിങ്ങളൊക്കെ അവിടുന്ന് പുറപ്പെട്ടെന്ന് ഫോൺ ചെയ്തപ്പോ മേഘനയുടെ അടുത്ത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഷടപടയുന്ന എല്ലാം റെഡിയാക്കി. മേഘനെ, എന്നിട്ട് നീ എന്താ ഒന്നും പറയാഞ്ഞേ? അത് മിഥുനേട്ടാ, മഞ്ജരി കാരണം ഈ ലഞ്ച് പ്ലാൻ അപ്സെറ്റ് ആയി എന്നറിഞ്ഞ അരുണിമ ദേഷ്യപ്പെടും എന്നുള്ള പേടി കൊണ്ടാ മേഘനയൊന്നും മിണ്ടാതിരുന്നതിന് കാരണം. വാവ്, റിയലി? സാധാരണ പെണ്ണുങ്ങള് ശകലം വല്ലതും ഉണ്ടാക്കിയിട്ട് മല മറിച്ചതുപോലെ പറയും. നീ ഇത്രയും വെറൈറ്റീസ് ഉണ്ടാക്കിയിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ യു റിയലി ഗ്രേറ്റ്. അതിരിക്കട്ടെ, ഇതാരാ അരുണിമേ? ഞങ്ങളുടെ മിഥുന്റെ ഭാര്യ. Is it?
അരുണിമേ, ആദ്യം നീ മരുമോളെ ആയിരുന്നില്ലേ പരിചയപ്പെടുത്തേണ്ടേ? അത് തിരക്കിനിടയ്ക്ക് ഞാനത് വിട്ടുപോയി. അതൊന്നും സാരമില്ല. യു സോ ലക്കി. അടക്കവും ഒതുക്കും ഉത്തരവാദിത്ത ബോധമുള്ള മുഖശ്രീ നിറഞ്ഞ നല്ലൊരു കുട്ടിയാ അവള്. മാനത്തെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖം. മൊത്തത്തില് ഈ കുടുംബത്തിന് ചേരുന്ന മരുമകളാട്ടോ. താങ്ക് യു നിർമ്മല. മേഘനെ, നിന്റെ പാചകം മാത്രമല്ല, നിന്റെ അമ്മായിയമ്മയുടെ പേര് നിലനിർത്താനുള്ള ആവശ്യത്തിൽ എല്ലാം ഒപ്പിക്കാൻ നീ ഒത്തിരി പാടുപെട്ടിട്ടുണ്ടാവും. അതീന്ന് തന്നെ നിന്റെ ചുമതലാ ബോധം മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ നമ്മുടെ കടമയല്ലേ? സോ നൈസ് ഓഫ് യു. എന്ന് ശരി അരുണിമേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ നിർമ്മല. ബൈ. വരട്ടെ. അതൊക്കെ ഇരിക്കട്ടെ, ആരുടെ കൈപുണ്യം? മഞ്ജരി. നല്ല സ്വാദുണ്ട് കേട്ടോ എല്ലാം. താങ്ക്സ് ആന്റി. ഈ സ്വീറ്റും അടിപൊളി, യമ്മി. അതും ഞാൻ തന്നെ ഉണ്ടാക്കിയേ. മഞ്ജരി, നീ ഇന്നീ കാണിച്ചത് എത്ര വലിയ തെറ്റാണെന്നറിയും. ഐ നെവർ എക്സ്പെക്ടഡ് ദിസ് ഫ്രം യു. ആന്റി, ഐ എം സോറി. അത് ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം ഉണ്ടാക്കിക്കൊള്ളാന്ന് നീയല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തിനാ ഷെഫിനെ വിളിച്ചു വരുത്താൻ നോക്കിയത്? അത് തന്നെ ഏറ്റവും വലിയ തെറ്റല്ലേ? മേഘന കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നീയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞത് രണ്ടാമത്തെ തെറ്റ്. നിന്റേതല്ലാത്ത ക്രെഡിറ്റ് എടുക്കാൻ എങ്ങനെ മനസ്സ് തോന്നി മഞ്ജരി? ആന്റി, അത് ഞാൻ പറയണെന്ന് കരുതിയതാ. പക്ഷെ ആന്റി അപ്പോഴേക്കും അവരുടെ മുൻപില് ഞാനാ ചെയ്തതെന്ന് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ. പിന്നെ മാറ്റി പറയുന്നത് ശരിയല്ലെന്ന് തോന്നി. ദാറ്റ്സ് ടോട്ടലി റോങ് മഞ്ജരി. ഓരോരുത്തരുടെയും കഷ്ടപ്പാടിന്റെ പ്രതിഫലവും പാരിതോഷികവും അവർക്ക് തന്നെ കിട്ടണം. മേഘന കഷ്ടപ്പെട്ട് കുക്ക് ചെയ്തപ്പോ അതിന്റെ അംഗീകാരവും അനുമോദനവും അവൾക്ക് തന്നെ കിട്ടണം. നീ അതിന് അർഹയല്ല. ചേച്ചി, മഞ്ജരി അവളെ കൊണ്ട് ആവുന്ന വിധം ശ്രമിച്ചതാ. പക്ഷെ അവസാന നിമിഷം ആ ഷെഫ് പറ്റിച്ചളഞ്ഞു. അതിന് അവളെന്ത് ചെയ്യാൻ പറ്റും? പ്രിയമതേ, നീ ഇതിലിടപെടാൻ നോക്കണ്ട. അവളെ കൊണ്ട് കഴിയാത്തത് അറിയില്ലെന്ന് പറഞ്ഞു ഒഴിയുന്നതിന് പകരം എന്തിനിതൊക്കെ ഏറ്റെടുക്കുന്നു? അവള് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഷെഫിനെ വിളിച്ചത് എന്തിനാ? പോട്ടെ, വിട് ചേച്ചി. അവരിവിടുന്ന് സന്തോഷായിട്ടല്ലേ പോയേ. ലീവ് ഇറ്റ്. എങ്ങനെ ലീവ് ഇറ്റ് എന്ന് പറയുന്നത്? സമയത്ത് മേഘനെ കൊണ്ട് എല്ലാം ഒപ്പിക്കാൻ പറ്റിയത് കാരണം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഞാൻ നാണം കെടില്ലായിരുന്നോ? എങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ആന്റി. ഐ എം റിയലി സോറി. മിഥുൻ, ആന്റിയോട് നീയെങ്കിലും പറ. എന്താന്നാ പറയണ്ടേ? നീ കാരണം ഇന്ന് മോമിന്റെ മാനം പോയെന്നെ. നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇതിങ്ങനെ കമ്മിറ്റ് ചെയ്യുന്നേ?
വൺസ് നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനുള്ള മനസ്സും കൂടെ കാണിക്കണം. മഞ്ജരി, ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഇനി മേലിൽ ഇതുപോലുള്ള വിഡ്ഢിത്തരം കാണിച്ചെന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. താങ്ക് യു സോ മച്ച് മേഘനെ. സമയോചിതമായി ഇടപെട്ടുകൊണ്ട് എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ എന്റെ മാനം കാത്തു. അത് മാത്രമല്ല, നിന്റെ കഷ്ടപ്പാടിന്റെ ക്രെഡിറ്റ് എല്ലാം മഞ്ജരി സ്വയം ഏറ്റെടുത്തപ്പോ ഗസ്റ്റിന്റെ മുമ്പിൽ എന്റെ മാനം കാക്കാൻ ഒരക്ഷരം മിണ്ടാതെ നിന്നില്ലേ? അതിനൊരു വലിയ മനസ്സ് വേണം. ഒരു കാര്യം എപ്പോഴും ഓർമ്മിച്ചു, നിനക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഒരിക്കലും നീ മറ്റൊരാൾക്ക് കൊടുക്കരുത്. അമിത സഹിഷ്ണുതയും നല്ലതിനല്ല. താങ്ക് യു സോ മച്ച് മേഘനെ. മഞ്ജരി, കൺഗ്രാറ്റുലേഷൻസ് ഏട്ടത്തി. വല്യമ്മയുടെ മാർക്ക് മേടിച്ചല്ലോ. സത്യമായിട്ട് ഇത് ഏട്ടത്തിയുടെ കഷ്ടപ്പാടിന് കിട്ടിയ പ്രതിഫലം. എന്തായാലും കൊള്ളാം. ഇന്ന് നിന്റെ കൈപ്പുണ്യം കൊണ്ട് നല്ല ഭക്ഷണം കിട്ടി. അത് മാത്രോ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ മേഘനയ്ക്ക് അഭിനന്ദനവും മഞ്ജരിക്ക് നല്ല വഴക്കം കിട്ടി. ഏട്ടത്തി എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഞാനിത് അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു വിവേക്. ഛേ, ഇന്ന് ആന്റിയുടെ ഫ്രണ്ട്സ് വന്നപ്പോ ഞാൻ വിളമ്പുന്ന ഡിഷസ് ആന്റിയെ ഇംപ്രസ് ചെയ്യോന്നും എന്നോട് ഇഷ്ടം കൂടുമെന്ന് കരുതിയെ. ഛേ, കഷ്ടകാല സമയത്താ ആ ഷെഫിന്റെ അമ്മായി ആക്സിഡന്റ് ആയി എന്റെ പ്ലാൻ നശിപ്പിച്ചേ. ആന്റിയുടെയും മിഥുന്റെയും വായിലിരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. മഞ്ജരി,